ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയ്ക്കായി പ്രൊജക്ട് ഫ്രീഡം ആരംഭിക്കുമെന്ന് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് പ്രഖ്യാപനം നടത്തിയത്. ഇതുവഴി വാണിജ്യ കപ്പലുകളെ ഹോർമുസ് കടക്കാൻ US പടക്കപ്പലുകൾ സഹായിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അജയ് സുദാബിജു വിവരങ്ങൾ നൽകും. അജയ്, ഈ ഖാർഗ് ദ്വീപിൽ നടന്ന ആക്രമണത്തിൽ കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഇതിനിടെ സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഇതിനിടയിലാണല്ലോ ഈ പ്രഖ്യാപനം. എങ്ങനെയാണ് ഈ ഹോർമുസ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് പൂർണ്ണമായും അവിടെ സുഗമമായിട്ടുള്ള സഞ്ചാരം, അതൊക്കെയാണോ അമേരിക്ക സ്വപ്നം കാണുന്നത്? എൽദോ, വെടിനിർത്തലുണ്ടായി ഇപ്പോൾ സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് 3 US പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതും ഇറാൻ്റെ പടക്കപ്പലുകൾ ഉപയോഗിച്ചായിരുന്നില്ല ഈ ആക്രമണം. അവർ ചെറു ബോട്ടുകളിലും അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിന് തിരിച്ച് പ്രതികാരം എന്നോണം അമേരിക്ക ഇറാനിലുള്ള സൈനിക കേന്ദ്രങ്ങളും അതുപോലെ ഖാർഗ് ദ്വീപും ഇറാന്റെ 2 ടാങ്കറുകളും നശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഖാർഗ് ദ്വീപിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിനെ തുടർന്നാണ് കടലിൽ ഒരു എണ്ണച്ചോർച്ച ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ചില ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഇതിന്റെ തോത്, ഈ എണ്ണയുടെ ഒഴുക്ക് എത്രമാത്രമാണ് എന്നൊന്നും നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും കടലിൽ ഈ ഓയിൽ കലരുന്നത് അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കും. മത്സ്യസമ്പത്തിനുൾപ്പെടെ വലിയൊരു ഭീഷണിയായിട്ട് വരാം. എന്തായാലും ഇത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ച് ഇത്തരമൊരു സംഘർഷ സാധ്യത ഉടലെടുത്തതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ നിലവിൽ പ്രോജക്ട് ഫ്രീഡം അത് വീണ്ടും ആരംഭിക്കാനുള്ള ഒരു പദ്ധതി അത് ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് തന്നെ ഈ പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ട്രംപ് തന്നെയാണ് ഇത് തള്ളിക്കളഞ്ഞത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കപ്പലുകൾക്ക് ഒരു സുരക്ഷിത യാത്ര ഒഴുക്കേണ്ട സാഹചര്യമില്ല. ഇറാൻ ഒരു ഡീലിലേക്ക് കടക്കുകയാണ്. അവരുടെ നേവൽ ഫോഴ്സൊക്കെ പൂർണ്ണമായി ഇല്ലാതായി എന്ന അവകാശവാദങ്ങളെല്ലാം ട്രംപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നത് ഒരു ചെറിയ കാലയളവിലേക്ക് പ്രോജക്ട് ഫ്രീഡം ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ്. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഇത് നടപ്പിലാക്കുക. പക്ഷേ ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്നോ എന്ത് തരത്തിലാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നോ ഒന്നും തന്നെ US വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ കപ്പലുകൾക്ക് അകമ്പടി നൽകാനുള്ള ഒരു നീക്കമല്ല ഇതെന്ന് നമുക്ക് മനസ്സിലാകും. മറ്റ് സൈനിക ഓപ്പറേഷൻസ് ആണ് ഇതിലൂടെ US ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന അനുസരിച്ച് ഇറാൻ US സമർപ്പിച്ചിട്ടുള്ള സമാധാന നിർദ്ദേശങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മറുപടി നൽകും എന്നതാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. 2 ദിവസം മുൻപേ ഇറാന്റെ വിദേശകാര്യ സെക്രട്ടറി ഇസ്മായിൽ ബഗേയി പറഞ്ഞത് US-ന്റെ ഈ നിർദ്ദേശങ്ങളിൽ പരിഗണനയിലാണ് എന്നാണ്. ഇപ്പോൾ ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം US-നെ വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. അബ്ബാസ് അറക്ചി പറയുന്നത് ഒരു നയതന്ത്ര ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോഴാണ് അമേരിക്ക സൈനികപരമായിട്ടുള്ള എടുത്തുചാട്ടങ്ങളിലൂടെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് എന്നാണ് അബ്ബാസ് അറക്ചി വിമർശിച്ചിരിക്കുന്നത്. ശരി അജയ്, എന്താണെങ്കിലും ഒരു ഫ്രീഡം പ്രൊജക്റ്റുമായി തിരിക്കുകയാണ്. വാണിജ്യ കപ്പൽ ഉൾപ്പെടെ സുഗമമായി ഹോർമുസ് കടക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അജയാണ് വിവരങ്ങൾ നൽകിയത്.